പരം ശാന്തി. പരമാത്മയെ എങ്ങനെയാണ് പൂജിക്കേണ്ടത്? എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത്? പരമാത്മ പരപ്രകാശ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പരമാത്മയിൽ പരപ്രകാശമാണ് ഉള്ളത്. അതിനെയാണ് പരമാത്മ എന്ന് പറയുന്നത്. പരമാത്മയെ നമ്മൾ ഡയറക്റ്റായിട്ട് പൂജിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ല. ഫലം കിട്ടണമെങ്കിൽ ചിത്രത്തിൽ വിചിത്രത്തെ ഓർക്കുക, അപ്പോൾ ചരിത്രവാനാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പരമാത്മയെ ധ്യാനിക്കേണ്ടത്, പൂജിക്കേണ്ടത്. അല്ലാത്തപക്ഷം നിങ്ങൾ കോടാനുകോടി വർഷം പൂജിച്ചാലും നിങ്ങൾക്ക് പരമാത്മയിൽ നിന്ന് ശക്തി ലഭിക്കുകയില്ല. കാരണം പരമാത്മ ഭാവം ഇല്ലാത്തതാണ്, നിർവികാരമുള്ളതാണ്. അത് മനുഷ്യനുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തതാണ് പരമാത്മ. ആ പരമാത്മയിൽ ഭാവം വരണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ആ ദിവ്യ ചൈതന്യത്തിൻ്റെ ശക്തി ലഭിക്കുകയുള്ളൂ. പരം ശാന്തി.